നമസ്കാരം. വ്യൂ ദ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. GK ടോക്കിൻ്റെ മറ്റൊരു അധ്യായമാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ സമുദ്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ GK ടോക്ക്. ഭൂമിയുടെ 2/3 ഭാഗവും ചുറ്റപ്പെട്ടിരിക്കുന്നത് സമുദ്രങ്ങളാലാണെന്ന് നമുക്കറിയാം. സമുദ്രങ്ങളെക്കുറിച്ച്, അവയുടെ പ്രത്യേകതകളെക്കുറിച്ച്, സമുദ്രജല പ്രവാഹങ്ങളെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയുടെ തൊട്ടു താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക. നമ്മുടെ ഭൂമിയുടെ 2/3 ഭാഗവും സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണല്ലോ. 5 സമുദ്രങ്ങളാണ് ഭൂമിയിലുള്ളത്. പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം എന്നിവയാണവ. ഓരോ സമുദ്രങ്ങളെയും നമുക്ക് വിശദമായി പരിചയപ്പെടാം. ഭൂമിയിലെ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ളതും പസഫിക് സമുദ്രത്തിലാണ്. ലോകവിസ്തൃതിയുടെ 1/3 ഭാഗം പസഫിക് സമുദ്രമാണ്. മെഗല്ലനാണ് പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത്. 4280 മീറ്ററാണ് പസഫിക് സമുദ്രത്തിൻ്റെ ശരാശരി ആഴം. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ചലഞ്ചർ താഴ്വരയിലെ മരിയാന ട്രഞ്ച് ആണ്. മരിയാന ട്രഞ്ചിൻ്റെ ആഴം 11,033 മീറ്ററാണ്. 1875 മരിയാന ട്രഞ്ച് കണ്ടെത്തിയത്. ബെറിങ് കടൽ, ജപ്പാൻ കടൽ, ടാസ്മാൻ കടൽ, മഞ്ഞക്കടൽ എന്നിവ പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. ഹവായ്, ജപ്പാൻ, ന്യൂസിലാൻഡ്, ഗാലപ്പഗോസ്, റോബിൻസൺ ക്രൂസോ എന്നീ ദ്വീപുകളും പസഫിക് സമുദ്രത്തിലാണ്. ത്രികോണാകൃതിയിലുള്ള സമുദ്രമാണ് പസഫിക് സമുദ്രം. ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നതും പസഫിക് സമുദ്രത്തിലാണ്. റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന പസഫിക് സമുദ്രത്തിന് ചുറ്റുമാണ് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. എസ് ആകൃതിയിലുള്ളതും തിരക്കേറിയതുമായ സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂട്ടോറിക്ക ഗർത്തം. 8648 മീറ്ററാണ് പ്യൂട്ടോറിക്ക ഗർത്തത്തിൻ്റെ ആഴം. ഹെറിംഗ് പോണ്ട് അഥവാ ചാളക്കടൽ എന്നറിയപ്പെടുന്നതും അറ്റ്ലാന്റിക് സമുദ്രമാണ്. ബെർമുഡ ട്രയാങ്കിൾ, സർഗാസോ കടൽ, ചാളക്കടൽ എന്നിവ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ്. കടൽ തീരമില്ലാത്ത കടൽ, ഓർഗാനിക് കടൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് സർഗാസോ കടലാണ്. 1912 ഏപ്രിൽ 14 ടൈറ്റാനിക് കപ്പൽ മുങ്ങിയത് അറ്റ്ലാന്റിക്കിലാണ്. ഹഡ്സൺ ഉൾക്കടൽ അറ്റ്ലാന്റിക്കിൻ്റെ ഭാഗമാണ്. ലോകവിസ്തൃതിയുടെ 1/6 ഭാഗം അറ്റ്ലാന്റിക് സമുദ്രമാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സമുദ്രാന്തർ പർവ്വതമായ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിൻ്റെ പേരിലുള്ള ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. വാട്ടർ ഗർത്തം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഗൾഫ് ഓഫ് ഏദൻ, ഗൾഫ് ഓഫ് ഒമാൻ, പേർഷ്യൻ ഗൾഫ് എന്നിവ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തമാണ് ജാവ ഗർത്തം. അന്റാർട്ടിക്ക വൻകരയെ വലയം ചെയ്തു കിടക്കുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ 4ാം സ്ഥാനത്താണ് അന്റാർട്ടിക് സമുദ്രം. ദക്ഷിണാർദ്ധഗോളത്തിലാണ് അന്റാർട്ടിക് സമുദ്രം സ്ഥിതി ചെയ്യുന്നത്. ബാഷ്പീകരണ തോത് ഏറ്റവും കുറവുള്ള സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക് ഉടമ്പടി പ്രകാരം അന്റാർട്ടിക് സമുദ്രം സമാധാന മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ചെറുതും ഡി ആകൃതിയിലുള്ളതുമായ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഗ്രീൻലാൻഡ് ആർട്ടിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ആർട്ടിക് ബേസിൽ. ആർട്ടിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഗവേഷണ കേന്ദ്രമാണ് ഹിമാദ്രി. ഇനി നമുക്ക് ചില കടലുകളുടെ വിശേഷങ്ങൾ നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ കടലാണ് സൗത്ത് ചൈന കടൽ. മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് സൂയസ് കനാൽ. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമായ കടലാണ് ചാളക്കടൽ അഥവാ ഹെറിംഗ് പോണ്ട്. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നത് സർഗാസോ കടലാണ്. കരഭാഗങ്ങളിലേക്ക് തള്ളി നിൽക്കുന്ന വിശാലമായ സമുദ്രഭാഗങ്ങളെയാണ് ഉൾക്കടലുകൾ എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടലാണ് ഹഡ്സൺ ഉൾക്കടൽ. കരഭാഗങ്ങൾക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്ന ഇടുങ്ങിയ സമുദ്രഭാഗമാണ് ഗൾഫ് എന്നറിയപ്പെടുന്നത്. ഗൾഫ് ഓഫ് മെക്സിക്കോ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. കരീബിയൻ കടലും അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ബെറിങ് കടലിടുക്കിലൂടെയാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖ കടന്നു പോകുന്നത്. ലോകത്തിലെ ഏറ്റവും ആഴം കുറഞ്ഞ കടലാണ് ഉക്രൈനിലെ അസോവ്. കാസ്പിയൻ കടൽ ഏഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കരയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ചാവുകടൽ തീരം. ജോർദാൻ, ഇസ്രായേൽ രാജ്യങ്ങളുടെ അതിർത്തിയിലാണ് ചാവുകടൽ സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നിവ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ്. ഫിലിപ്പീൻസ് കടൽ പസഫിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലവണത്വം ഏറ്റവും കൂടുതലുള്ള കടലാണ് ചാവുകടൽ.
ലവണത്വം ഏറ്റവും കുറവ് ബാൾട്ടിക് കടലിലാണ്. യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന കടലാണ് കരിങ്കടൽ. വെള്ളക്കടൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ്. ഉൾക്കടൽ ദ്വീപുകൾ എന്നറിയപ്പെടുന്ന ദ്വീപാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ലോകരാജ്യമാണ് കാനഡ. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യയാണ്. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങൾക്ക് കടൽ തീരങ്ങളുണ്ട്. കടൽ തീരം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ ആണ്. കടൽ തീരം ഏറ്റവും കുറവുള്ളത് കൊല്ലം ജില്ലയിലാണ്. ഇന്ത്യയിൽ ആകെ കടൽ തീരത്തിന്റെ നീളം 7516 കിലോമീറ്റർ ആണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് എന്നറിയപ്പെടുന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോ ബീച്ചും ബംഗ്ലാദേശിലെ കോക്ക് ബസാർ ബീച്ചുമാണ്. ചെന്നൈയിലെ മറീന ബീച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. കണ്ണൂരിലെ മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിൻ ബീച്ചും മുഴുപ്പിലങ്ങാടാണ്. ബീച്ചുകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. പ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമായ ജുഹു ബീച്ച് മഹാരാഷ്ട്രയിലാണ്. കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രമാണ് കോവളം ബീച്ച്. 1498 വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത് കോഴിക്കോട് കാപ്പാട് ബീച്ചിലാണ്. സമുദ്രജലം ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് തുടർച്ചയായി പ്രവഹിക്കുന്നതിനെയാണ് സമുദ്രജല പ്രവാഹങ്ങൾ എന്നറിയപ്പെടുന്നത്. സമുദ്രജല പ്രവാഹങ്ങൾ ശീതജല പ്രവാഹങ്ങളും ഉഷ്ണജല പ്രവാഹങ്ങളുമായി വേർതിരിച്ചിട്ടുണ്ട്. പസഫിക് സമുദ്രത്തിലെ പ്രധാന ശീതജല പ്രവാഹങ്ങളാണ് ഒയാഷിയോ, കാലിഫോർണിയ, പെറു എന്നിവ. പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങളാണ് കുറേസിയോ, ബ്രിട്ടീഷ് കൊളംബിയൻ, പൂർവ്വ ഓസ്ട്രേലിയൻ എന്നിവ. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹങ്ങളാണ് ലാബ്രഡോർ, കാനറീസ്, ബെൻഗ്വേല എന്നിവ. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ തന്നെ ഉഷ്ണജല പ്രവാഹങ്ങളാണ് ഗൾഫ് സ്ട്രീം, ഫ്ലോറിഡ, ബ്രസീൽ, ഉത്തര അറ്റ്ലാന്റിക് എന്നിവ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശീതജല പ്രവാഹമാണ് അഗുൽഹാസ്. ഉഷ്ണജല പ്രവാഹമാണ് പശ്ചിമ ഓസ്ട്രേലിയൻ. ബ്ലാക്ക് സ്ട്രീം എന്നറിയപ്പെടുന്ന സമുദ്രജല പ്രവാഹമാണ് കുറേഷിയോ. ഉത്തര അറ്റ്ലാന്റിക് മിതോഷ്ണ പ്രവാഹം അറിയപ്പെടുന്നത് യൂറോപ്പിന്റെ പുതപ്പ് എന്നാണ്. പസഫിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹമായ പെറു പ്രവാഹത്തിന്റെ മറ്റൊരു പേരാണ് ഹാംബോൾട്ട് പ്രവാഹം. പസഫിക് സമുദ്രത്തിലെ പെറു പ്രവാഹം അഥവാ ഹാംബോൾട്ട് പ്രവാഹത്തിന്റെ സ്വഭാവ മാറ്റങ്ങൾ പല കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും കാരണമായിട്ടുണ്ട്. നോട്ടിക്കൽ മൈൽ എന്ന യൂണിറ്റാണ് സമുദ്രത്തിൽ ദൂരം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു നോട്ടിക്കൽ മൈൽ എന്നത് 1852 മീറ്റർ ആണ്. കപ്പലുകളുടെ വേഗത അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏകകം നോട്ട് ആണ്. 1998 ലോക സമുദ്ര വർഷമായി ആചരിച്ച വർഷം. ലോക സമുദ്ര ദിനം ജൂൺ 8 ആണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു പുതിയ വിഷയവുമായി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.